അതല്ല 24 പാക്കറ്റ് വേണോ 12 വേണോ? അതിപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ തന്നാ മതി. വിങ്സ് ഉള്ളതാണോ? വിങ്സോ? സാധാരണ പെൺകുട്ടിയാ. 70 രൂപ. സൂരജ്, ഞങ്ങൾ ഒന്നുമില്ല. ഞാനിടയ്ക്ക് ഇങ്ങനെ വെറുതെ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇവിടുത്തെ സെയിൽസ്മാൻ, അവനെ ഒന്ന് കാണാൻ. ഓക്കെ, സീ യു, ബൈ. അപ്പൊ ശരിയടാ, ഓക്കെ. അതെ ചേട്ടാ, അവരെന്തെങ്കിലും ചോദിച്ചാ ഞാൻ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇത് ബ്രെഡ്, അങ്ങനെ പറയാവുള്ളേ. ഓക്കെ, സീ യു. ഇത്രയൊക്കെ സമയം എടുക്കേണ്ട കാര്യം എന്താ? ആ വഴിക്ക് അങ്ങ് മുങ്ങിട്ടുണ്ടാവുമെന്ന് എന്റെ പേടി. വരാതിരിക്കില്ല. കാര്യത്തിന്റെ സീരിയസ്നെസ് പുള്ളിക്ക് അറിയാലോ. ഹായ് ഹായ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. ശ്രീദേവിയെ പുറത്തേക്ക് ഇതുവരെ കണ്ടില്ലല്ലോ. ഇത്തവണ റാങ്ക് അടിച്ചു മാറ്റാനുള്ള പുറപ്പാടായിരിക്കും. ഫസ്റ്റ് റാങ്ക് കാര്യന്നുള്ള ജാട കണ്ടില്ലേ? തീ പിടിച്ച് നിൽക്കുമ്പോഴാ ഡ്രംസ് അല്ലാതെ നാഷണൽ ആന്തം വായിക്കാൻ പറ്റില്ലെന്ന് റൂളൊന്നുമില്ലല്ലോ. എനിക്കിപ്പോ മനസ്സില്ല വരാൻ. അതിന് താനെന്തിനാ എന്നെ ചാടി കടിക്കാൻ വരുന്നേ? വല്ലതും പറയാനുണ്ട്, അത് അവിടെ ചെന്ന് പറ. ചേടാ, നീ ചെല്ല്, ഇവിടെ ഞാൻ ഉണ്ടല്ലോ. ഞാൻ ചെല്ലടാ, ചെല്ലാതിരുന്നാ പിന്നെ നിനക്ക് അറിയാലോ. അവള് അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. എവിടെ പോയി? പാൻ പാൻ. ഇത് തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ശ്രീ ഇവിടെ ഉണ്ട്. എവിടെ? ഗ്യാസ് കുറ്റിയുടെ പുറകെ നോക്കട്ടെ, ഇഡിയറ്റ്. Why so fast? Sorry sir. Make sure that you lock the door. Okay sir. ഫിറോസ്, ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. ഐ മീൻ ഹറി. ശേറാ, ഇതൊന്ന് നോക്കൂ. എന്താ അത്? ഒരു മ്യൂസിക് കമ്പോസിഷനാ, ഞാൻ സ്വന്തമായിട്ട് ചെയ്താ. ഒന്ന് കേട്ടു നോക്കൂ, ജസ്റ്റ് 2 minutes. ഒരു ബിത്തോൺ ഇൻഫ്ലുവൻസ് ഉണ്ട്, എന്നാലും കോപ്പിയുടെ അല്ല. ആദ്യം ഒരു പരീക്ഷയ്ക്കെങ്കിലും പാസ്സാകെ, അത് കഴിഞ്ഞിട്ടാവാം ബീഥോവൻ. ഒന്നിലും കൊള്ളില്ല, പഠിത്തത്തിലും സ്പോർട്സിലും ഒന്നിലും. ആകെ കൂടി എനിക്കറിയാവുന്ന ഇതാണെങ്കിൽ ഇവിടെ ആർക്കും വേണ്ട, ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ആർക്കും. പക്ഷെ ഇത്തവണ ഞാൻ നോക്കിക്കോ, എല്ലാ പരീക്ഷയും ഞാൻ പാസ്സാകും. ഇത്തവണ എല്ലാത്തിനും പാസ്സായാലേ സ്വന്തമായിട്ടൊരു പിയാനോയെ പപ്പ പ്രോമിസ് ചെയ്തിരിക്കുന്നു. എന്റെ എത്ര നാളത്തെ ഡ്രീമാണെന്നറിയോ ഇതുപോലെ സ്വന്തമായിട്ട് ഒരെണ്ണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്തവണ പഠിച്ചിരിക്കുന്നത്. എന്നെ കോമ്പസിഷൻ ഒന്ന് കേൾപ്പിക്കോ? അല്ലൊരു 8 മിനിറ്റ് കൂടെ അവള് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്റെ ഈശ്വരാ, എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ.
അവള് മാത്രല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടിട്ടാ. അറിയാം, നിന്റെ ഡ്രംസ് ഞങ്ങളെ ലാബിൽ കേട്ടു. ശരിക്കും ഈശ്വരാധീന നിന്റെ ഉണ്ടാവുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതിന് എന്റെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ. അല്ല, അപ്പൊ അത് മേടിപ്പിച്ചതല്ലേ. പൂജ പറഞ്ഞത് നിന്റെ ബാഗിനാന്നായിരുന്നല്ലോ. എന്റെ ബാഗിൽ നോക്കി, പക്ഷെ ഇല്ലായിരുന്നു. മേടിപ്പിച്ചു എന്ന് പറയുമ്പോ നിങ്ങൾ രണ്ടുപേരൂടെ പോയോ അതോ? അല്ല, മേടിപ്പിച്ചു. ആളെ വിട്ടു മേടിപ്പിച്ചു. ഏതാളെ? 11B സൂരജ് മേനോനില്ലേ, അവനെ. സോറി സൂരജ്. നോ പ്രോബ്സ് അണ്ണാ. Good morning. ഉടമസ്ഥരാരെങ്കിലും ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോ ഉടമസ്ഥനോ ഉടമസ്ഥയോ ഇവിടെ തന്നെ ഉണ്ടാവണമല്ലോ. നോബഡി? Nobody? കഴിഞ്ഞ ബയോളജി എക്സാമിന് എത്രയായിരുന്നു മാർക്ക്? I am asking you, Mr. Firoz Ahmed. 38%. Physics? Your physics marks, please. 33. Chemistry? 27. ഇത്തവണ അത് എത്രയാണെന്നറിയാമോ? Can you guess? Physics 73, Chemistry 70, Biology 80. ഇന്ന് വരെ ഒരു ഡയഗ്രാമിന്റെ ഔട്ട്ലൈൻ പോലും ശരിക്ക് വരയ്ക്കാൻ അറിയാത്ത ഒരാളുടെയാണത്. എല്ലാം കൃത്യം, ഒരു ഫോട്ടോഗ്രാഫ് പോലെ. Come forward. ബോർഡിൽ ഇതുപോലെ ഒന്നുകൂടി, ഇതിന്റെ സഹായമില്ലാതെ. ഞാൻ അങ്ങനെയല്ല. പ്ലീസ് ഫാദർ, ഡോണ്ട് വേസ്റ്റ് മൈ ടൈം ഫിറോസ്. ഫാദർ പ്ലീസ്, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. അപ്പോൾ ഗോഡ്, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. ശരിക്കും പഠിച്ചിട്ടാ ഞാൻ ഇത്തവണ. ഓൺ ദ ബോർഡ്. മുതൽ 6 ദിവസത്തേക്ക് ഫിറോസ് അഹമ്മദിന് വേണ്ടി മാത്രം എല്ലാ പരീക്ഷയും ഒന്നുകൂടി എന്റെ ഓഫീസിൽ വെച്ച് മേക്ക് നെസറി അറേഞ്ച്മെന്റ്സ്. യെസ് ഫാദർ.